വന്യജീവി മനുഷ്യ സംഘർഷം രൂക്ഷമായ സ്ഥലങ്ങളിൽ പ്രതിരോധ മാർഗങ്ങൾ വിജയം കണ്ട അനുഭവമുണ്ട്. വയനാട് ഇരളം ചേലക്കൊല്ലിയിലാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ എലിഫൻസ് വിജയകരമായത്. പ്രധാനമായും കാട്ടാനകളെ പ്രതിരോധിക്കുന്നതിനാണ് ഈ വേലി. മനുഷ്യ വന്യജീവി സംഘർഷം രൂക്ഷമായ വയനാട്ടിൽ പ്രതിരോധത്തിനായി സ്ഥാപിച്ച പദ്ധതികളിൽ വിജയം കണ്ട ഒന്നാണ് ഈ എലി AI ഫെൻസിംഗ്. ചേലക്കൊല്ലിയിൽ ഒരു സമയത്ത് സദാ കാട്ടാനകൾ ഇറങ്ങുന്ന പതിവുണ്ടായിരുന്നു. 70 മീറ്റർ ദൂരത്തിൽ എലി ഫെൻസ് സ്ഥാപിച്ചു. പിന്നെയുണ്ടായ അനുഭവം പ്രദേശവാസിയായ ധന്യ ജയേഷ് പറയും. വരുന്നതിന് മുമ്പ് ഭയങ്കര പേടിയൊക്കെ ആയിരുന്നു. പിന്നെ ഇത് എങ്ങനെയാണെന്നൊന്നും അറിയൂല. പട്ടി കുറച്ചാലൊക്കെ ഞങ്ങൾ അറിയൂ ആന വരുന്നുണ്ട്, മറ്റ് ജീവികൾ വരുന്നുണ്ട് എന്നൊക്കെ. ഇത് വന്നതിന് ശേഷം സൗണ്ടും ഇങ്ങനെ അലാറടിയും നല്ല ഇതാണ്. ഞങ്ങൾക്ക് വേഗം അറിയാൻ പറ്റുന്നുണ്ട്, എണീക്കാൻ പറ്റി, ഉറങ്ങുകയാണെങ്കിലും കൂടി അറിയാൻ പറ്റുന്നുണ്ട് അലാറടിയുമ്പോൾ. വന്യമൃഗങ്ങൾ വേലിയുടെ 100 മീറ്റർ പരിധിയിലെത്തിയാൽ മതി, അപ്പോൾ തന്നെ സൈറനുകൾ മുഴങ്ങും. ഇതിന്റെ തത്സമയ ദൃശ്യങ്ങൾ വനം വകുപ്പ് ഓഫീസുകളിൽ ലഭ്യമാവും. കാട്ടാനയ്ക്ക് മറികടക്കാൻ കഴിയാത്ത ഇലാസ്റ്റിക് ബെൽറ്റുകളും സോളാർ ലൈനിൽ നിന്നുള്ള ഇലക്ട്രിക് ഷോക്കും മൂലം എലിഫൻസിനെ മറികടക്കാൻ കഴിയില്ല. ശരിക്കും നെറ്റ് നല്ല കരവാത്ത് കൂടെ പോവുകയാണെങ്കിൽ ഒരു കാട്ടുമൃഗം വരെ കടക്കൂല. ഒരു പട്ടിപ്പ് അതിൻ്റെ അടിയിൽ കൂടെ പോയി കഴിഞ്ഞാൽ അപ്പം അടി കിട്ടും, ഷോക്ക് അപ്പം കിട്ടും. അതാണ് എൻ്റെ അവസ്ഥ. വൈറ്റ് എലിഫന്റ് ടെക്നോളജീസാണ് വനം വകുപ്പിനായി ഇത് പരീക്ഷണാടിസ്ഥാനത്തിൽ നിർമ്മിച്ചത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ ആനയെ തുരത്താനുള്ള ഈ പദ്ധതി വിജയം കണ്ടതോടെ മറ്റിടങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനുള്ള ശ്രമമാണ് വനം വകുപ്പ് നടത്തുന്നത്. മനു ദാമോദരനൊപ്പം ഇരളത്ത് നിന്നും സുർജിത് അയ്യപ്പത്ത്, 24.